ഒന്നും നിങ്ങളുടെ മനസ്സമാധാനത്തിന് ഭംഗം വരുത്താൻ കഴിയാത്ത വിധം ശക്തരാകേണ്ടതുണ്ട്. നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാവരോടും ആരോഗ്യത്തെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചും സമൃദ്ധിയെക്കുറിച്ചുമുള്ള സംസാരവും അത് ചിന്തിക്കുവാനുള്ള അവസരവും ഉണ്ടാക്കിയെടുക്കുക. നമ്മളെല്ലാ സുഹൃത്തുക്കൾക്കും അവരിൽ എന്തെങ്കിലും പ്രത്യേകതകളുണ്ട് എന്ന് തോന്നിപ്പിക്കുമാറായിരിക്കണം അവരോടുള്ള നമ്മുടെ ഇടപെടലുകൾ. എല്ലാത്തിൻ്റെയും നല്ല വശങ്ങൾ നോക്കി മികച്ചത് മാത്രം ചിന്തിക്കുവാൻ നമുക്ക് കഴിയണം. നിങ്ങളുടേതുപോലെ തന്നെ മറ്റുള്ളവരുടെ വിജയത്തിനും ഉത്സാഹം കാണിക്കേണ്ടതുണ്ട്. ഭൂതകാലത്തിലെ എല്ലാം മറന്ന് ഭാവിയെ മഹത്വമായ നേട്ടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുവാനുള്ള പരിശ്രമമാണ് നമുക്കുണ്ടാക്കിയെടുക്കേണ്ടത്. കണ്ടുമുട്ടുന്ന എല്ലാവരോടും ഒരു പുഞ്ചിരിയെങ്കിലും നമുക്ക് നൽകാൻ സാധിക്കണം. സ്വയം മെച്ചപ്പെടുത്തുവാനുള്ള ആ ഒരു അവസരം, അതിനുവേണ്ടിയുള്ള സമയം കൂടുതലായി ചെലവഴിക്കണം. മറ്റുള്ളവരെ വിമർശിക്കുവാൻ നമുക്കൊരിക്കലും സമയമില്ലാത്തവണ്ണം, ഉത്കണ്ഠകൾക്ക് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമില്ലാത്ത നിലയിൽ, കോപിക്കപ്പെടേണ്ടി വരുന്ന ഒരു സ്ഥിതി ഉണ്ടാകാത്ത രീതിയിൽ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. എത്ര കല്ലുകൾ നിറഞ്ഞ വഴിയിലൂടെ ഒരു നല്ല ഷൂസ് അണിഞ്ഞുകൊണ്ട് നാം നടക്കുകയാണ് എങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് നടന്നു പോകാൻ സാധിക്കും. എന്നാൽ നാം ധരിച്ചിരിക്കുന്ന ചെരുപ്പിലോ ഷൂസിലോ ഒരു ചെറിയ കല്ലെങ്കിലും അകത്ത് കടന്നാൽ ഒരു ചുവട് പോലും നല്ലതുപോലെ നടക്കാൻ സാധിക്കില്ല. ഇതേ പ്രകാരമാണ് പുറമേയുള്ള പ്രശ്നങ്ങളല്ല നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, മറിച്ച് നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ അത് കണ്ടെത്തി എടുത്തു കളയാൻ ശ്രമിച്ചാൽ ജീവിതം വിജയകരമാക്കിയെടുക്കാൻ സാധിക്കും. തൻ്റെ ശൈലി ഇതാണെന്നും തനിക്കൊരിക്കലും മാറാൻ കഴിയില്ലെന്നും എന്നുള്ള ആ ഒരു കുടുസായ ചിന്താഗതി മാറ്റിയെടുത്ത് എനിക്ക് സർവ്വതും കഴിയുമെന്നുള്ള വിശാല ചിന്താഗതിയാണ് നാം ആദ്യമേ ഉണ്ടാക്കിയെടുക്കേണ്ടത്. വിദൂരതയിലുള്ള ഒരു സ്വപ്നം ലക്ഷ്യമായി കരുതുമ്പോൾ അതിലേക്ക് നടന്നെടുക്കുവാൻ ചില മാറ്റങ്ങൾ വേണമല്ലോ. ആ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളണം. തെറ്റുകൾ കണ്ടെത്തുന്നതും ആരോപിക്കുന്നതും ഒറ്റപ്പെടുത്തുന്നതും ബാഹ്യ പ്രേരണകൾക്ക് വിധേയമാക്കുന്നതെല്ലാം സ്വാഭാവികമായ കാര്യങ്ങളാണ്. എന്നാൽ ഒരാളിലെ ശരി കണ്ടെത്തുവാനും അവൻ്റെ മനസ്സിൻ്റെ അവസ്ഥ മനസ്സിലാക്കുവാനും കഴിയുക എന്നുള്ളത് തികച്ചും അസ്വാഭാവികമായ കാര്യമാണ്. ക്ഷമയും ശ്രദ്ധയും ശാന്തമായ ഒരു മനസ്സും ചേരുമ്പോൾ മാത്രമാണ് അത് നമുക്ക് സാധിച്ചെടുക്കുവാൻ കഴിയുക.